ഹലോ ഇറ്റ്സ് മീ ലിബ. അപ്പോൾ നമ്മളും ചെയ്യാൻ പോകുന്ന ഇതുപോലൊരു സൺഫ്ലവർ ആണ്. ഇതിനായിട്ട് ഞാനൊരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തിട്ട് അതിൽ ഒരു പീസ് ഇതുപോലെ സിക്സാഗായിട്ട് മടക്കി കൊടുക്കുകയാണ്. അപ്പുറം ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇത് ചെരിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് നല്ല ക്ഷമ എടുത്ത് ചെയ്യേണ്ട സംഭവമാണ്. ഞാൻ അത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മടക്കി എടുക്കണം. ചെരിഞ്ഞു പോയാൽ സംഭവം നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടില്ല. പിന്നെ ഇത് മടക്കിയെടുത്ത് ഞാൻ സെൻറ്ററായി ഒന്ന് മടക്കിയതിന് ശേഷം സൈഡ് അതിൻ്റെ തലപ്പ് ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഈ ഇതളിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിക്കണേ. ഞാൻ നോർമൽ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്താൽ മതി. അവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത മറ്റേ പീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കാരണം എന്നാലേ ഇതൊരു നമുക്കൊരു സർക്കിളായി കിട്ടുള്ളൂ. എല്ലാം ഒരു സെമി സർക്കിളേ നമുക്ക് കിട്ടുള്ളൂ ഒരു പീസാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ നമ്മളൊന്ന് നിർത്തിയിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോഴൊക്കെ ഇതേപോലെ ഒടിഞ്ഞ് വീഴാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതും ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഗ്രീൻ കളർ പേപ്പർ റോൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കി കൊടുക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈർക്കിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇത് റോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. രണ്ടിലും ഒട്ടിച്ചു കൊടുത്തു. ലീഫിൻ്റെ ഭാഗം ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ബ്രൗൺ കളറ് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ബ്രൗൺ കളർ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ സർക്കിൾ ഷേപ്പിൽ നാലിനെ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ സൂര്യകാന്തിൻ്റെ 4 സൈഡിൽ വെക്കാനാണ്. കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ ഒക്കെ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ബ്രൗൺ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ 4 എണ്ണം വരച്ചെടുത്തിട്ട് 4 നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 കട്ട് ചെയ്തു. ഇനി ഇത് നമ്മുടെ സൺഫ്ലവറിൻ്റെ 2 വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ 2 സൺഫ്ലവർ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ 4 സർക്കിൾസ് എടുത്തത്. നിങ്ങൾ എന്നുണ്ടെങ്കിൽ 2 മതി. ഈ ബ്രൗൺ കിട്ടാൻ വേണ്ടി ഞാൻ യെല്ലോ, റെഡ്, ഓറഞ്ചും ബ്ലാക്കും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ 2 സൺഫ്ലവറിൻ്റെ 2 സൈഡിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൺഫ്ലവർ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.